ചിന്തിച്ചത് അതായിരുന്നു. സ്തോത്രം. ഒടുക്കത്തെ നാളിൽ എങ്ങനെയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത്? ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരുക്കം എന്താണ്? അവന് എന്നോട്, ഈ ലോകത്തിന്റെ പ്രഭുവിന് എന്നോട് ഒരു കാര്യവുമില്ല. അവനുള്ളത് ഒന്നും എനിക്ക് തമ്മില് സ്വന്തമായത് ഒന്നുമില്ല. അവന് അവകാശം പറയത്തക്ക വേണം എന്നിൽ ഒന്നുമില്ല. ഇങ്ങനെയാണ് പുതിയ നിയമത്തിൽ ഒരു വിശ്വാസം ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തു കാണിച്ച മാതൃക. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ സോളില് ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള അനേക ഉപദേശങ്ങൾ, അനേക വാദവിവാദങ്ങള് ആമയൊക്കെ വരും. ഈ മാർഗം അനുഗമിക്കുമ്പോൾ സാധാരണ ലോക മനുഷ്യര് അവർ നീതിമാന്മാരൊന്നും നമ്മളെ പിശാചുക്കളെന്ന് നേടും. നമ്മുടെ കർത്താവിന് ലഭിച്ചത് അതാ. പച്ചമരമായിരുന്ന അവന് ലഭിച്ചത് അതാണ്. ബേസിബോളിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. പിന്നെ ചീഞ്ഞടഞ്ഞ അവസ്ഥയ്ക്ക് കിടന്ന് നമുക്ക് അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് സൗജന്യമായി ലഭിച്ച ഒരു രക്ഷ, അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, ലോക ആൾക്കാർക്ക് അറിയില്ലല്ലോ. അവർ ദുഷിക്കലാണ് എന്ത് ചെയ്യും? ഭ്രാന്തന്മാരെന്ന് വിളിക്കുള്ളൂ. സ്തോത്രം. ഇതൊക്കെ സഹിപ്പാൻ തയ്യാറാണെങ്കിൽ മാത്രമേ സ്നാനത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. മറ്റു പല ഉപദേശങ്ങൾ വേണ്ടി ചാടി ഇറങ്ങിയിട്ടുള്ളവർ, അധിക അനുഭവങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഉപദേശത്തിന്റെ മാർഗമാണ്. ദിസ് ഈസ് ദ ട്രാക്ക്. വഴുതിപ്പോകും. മാർഗത്തൊക്കെ വഴുതിപ്പോയാൽ ഒരേ ഒരു മാർഗമുള്ള ഞാൻ വാതിലാകുന്നു. ആ വാതിൽ കൂടെ തന്നെ പ്രവേശിക്കണം. റിപ്പൻഡൻസ്. ആ വാതിലിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന എന്താ? റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടാസ്ക് എന്താണ്? എന്റെ സോളിന്റെ അൾട്ടിമേറ്റ് ടാസ്ക് ക്രിസ്തു ഉയർത്തെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പൂർണ്ണമായി തരിക. അതിന്റെ അപ്പുറം ഒന്നുമില്ല. ആ ടാസ്കിന് വിരുദ്ധമായിട്ട് എന്തെല്ലാം തോട്ട്സ് നമ്മൾ ഭരിക്കുന്നുണ്ടോ? ജസ്റ്റ് ക്രൂസിഫൈ ദാറ്റ്, ത്രോ ഇറ്റ് ഔട്ട്. ആരായാലും വേണ്ടില്ല. അപ്പനെ, അമ്മയെ, ഭാര്യ, കുഞ്ഞുങ്ങളോ, സഹോദരൻ ആരായാലും വേണ്ടില്ല. ത്രോ ഇറ്റ് ഔട്ട്. പിന്നെ പോരാട്ടമൊക്കെ ഉണ്ടാവും. സ്തോത്രം. അതാ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. പിതാവിനോട് കേട്ട് പഠിച്ചവനൊക്കെയും എന്റെ അടുത്ത് വരും. കേട്ട് പഠിക്കുന്ന ഒരു പാഠശാലയുണ്ട്. ആത്മീയ ജീവിതത്തിൽ പാഠശാല ഇല്ലാത്ത ആരുമില്ല. പാഠശാലയിൽ കൂടെ കടന്നുപോയേ പറ്റുള്ളൂ. എനിക്ക് പാഠശാല വേണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് രക്ഷ വേണ്ട, എനിക്ക് ക്രിസ്തുവിനെ വേണ്ട. പാഠശാലയിൽ കൂടെ പോകാതെ ആർക്കും ക്രിസ്തുവിനടുത്തേക്ക് വരാൻ സാധ്യമല്ല. പാഠശാല എന്തിനാണ്? നമ്മളിലുള്ള സ്വയത്തെ വെളിപ്പെടുത്തി തരുവാൻ. വെളിപ്പെട്ട് കിട്ടുമ്പോൾ വേറെ ആരെയും കുറ്റം പറയണ്ട, ആ സാഹചര്യത്തെ കുറ്റം പറയണ്ട. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തു സംഭവിച്ചാലും എനിക്ക് നന്മയ്ക്കും. ഞാൻ മരിക്കാൻ തയ്യാറാ. മരണം വരട്ടെ. അവൻ എന്റെ ഇന്നും പടിയെത്ത സ്വർഗസിംഹാസനം, ദൂതന്മാരുടെ സേവയും വിട്ട് ദാസനെ പോലെ ജീവിച്ചു. ബോൺ സെർവന്റ്. ദാസൻ നമ്മുടെ ബോൺ സെർവന്റ്. പിതാവിന്റെ ഇച്ഛ മാത്രമേ ചെയ്യുള്ളൂ. ആർക്ക് വേണ്ടിയാ? ശത്രുക്കളായി നമ്മെ സ്നേഹിക്കുക. സ്തോത്ര കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഞാൻ ദൈവം കൃപയാണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിന്റെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ, അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട്. ആ പാരഗ്രാഫ് ലാസ്റ്റ് തീരുന്നവിടേക്ക്. സ്തോത്രം. അതുകൂടെ ഒന്ന് അല്പമായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ഈ സബ്ജക്ട് ക്ലോസ് ചെയ്യണം. സ്തോത്രം. വേഴ്സ് 47 തുടങ്ങി ഞാൻ വായിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ഞാൻ അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ തിരുനാമത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിക്കുന്ന പാഠശാലയിൽ കർത്താവേ, നിന്റെ വരവിന്റെ നാളോളം ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ഞങ്ങളെ പുറത്തിടുകയല്ല ചെയ്തത്, നിന്റെ ഉള്ള കൈ വരച്ചുകൊണ്ട്. നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വരയ്ക്കാൻ ആർക്കും സാധ്യമല്ലാത്ത അവസ്ഥയില് നിന്നേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുകയാണ്. ഞങ്ങളത് വിശ്വാസത്താൽ കർത്താവ് നിന്നിൽ ആശ്രയിക്കുന്നു. പ്രവൃത്തിയാലല്ല.
ഞങ്ങൾക്ക് ചുറ്റും കർത്താവേ ഈ ലോകത്തിന്റെ ശക്തികള്, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ജഡത്തിന്റെ ദുഷ്പ്രവൃത്തികള്, സാത്താന ലോകത്തുള്ള ശക്തികളുണ്ട്. അവയുടെ മേൽ ജയമെടുത്തുന്നതിന്റെ നാമത്തെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ കർത്താവെ. ജനത്തോട് നീ സംസാരിച്ചാട്ടെ, നീ തന്നെ സംസാരിച്ചാട്ടെ കർത്താവെ. കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. 3-4 മെസ്സേജുകള് ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നത്? മരുഭൂമിയിൽ ദൈവം അവർക്ക് നമുക്ക് വേണ്ടി ഷാഡോ ആയിട്ടുള്ള, നിഴലായിട്ടുള്ള മന്ന കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസത്തേക്കും അതാത് ദിവസത്തിനുള്ള മന്ന ഫ്രീ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും അഹങ്കാരികളായ ചിലര് പിറ്റേ ദിവസത്തേക്കോട് പറക്കി വെച്ചു, അത് നേരം വെളുത്തപ്പോഴേക്ക് പുഴുത്തുപോയി. ശബത്തിൽ മാത്രം, ശബത്തിനുള്ളത് മാത്രം തലേ ദിവസം ശബത്തിനുള്ളത് കൂടി പറക്കാം. ഒബീഡിയൻസ് ആണ് എവിടെയും ആവശ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൻ തോട്ടത്തിൽ ഒബീഡിയൻസിൽ അവർ കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ അതേ വിശുദ്ധി, ദൈവത്തിന്റെ അതേ എറ്റേണിറ്റി അവർക്ക് ഉണ്ടാകുമായിരുന്നു. ഹോളിയായിരുന്ന ആദാമിനെയും ഈവിനെയും അശുദ്ധൻ എന്നെണ്ണിക്കൊണ്ട് ഏതൻ തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം ഡിസൊബീഡിയൻസ് ആയിരുന്നു. വീണ്ടും ആ സ്വർഗീയ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ഒബീഡിയൻസ്. ആ ഒബീഡിയൻസ് പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയാണ് ക്രൈസ്റ്റ്. ഐ ആം ദ വേ. ക്രിസ്തു നമ്മളിൽ വസിക്കാൻ നാം ഇടം കൊടുത്ത് അവനുമായിട്ട് ഒന്നായി ചേരാത്ത ഒരൊറ്റ സോള് പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ there is no darkness. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതാണ്. ഇതെല്ലാം സിമ്പിൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ പിതാവിനോട് കേട്ട് പഠിക്കുന്നവ പിതാവിന്റെ പാഠശാല. മലാഖിയുടെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. സ്നാപക യോഹന്നാനെ യേശുവിന് മുന്നോടിയായിട്ട് അയക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ മലയും എല്ലാ താഴ്വരയും നികന്നു വരണം, എല്ലാ കുന്നും മലയും താഴണം, വളഞ്ഞതൊക്കെ നേരെയാകണം. സ്ട്രേറ്റ് പാത്താണ്. സ്ട്രേറ്റ് ആയിട്ട് സംസാരിക്കുക. ഹൃദയത്തിലുള്ളത് വായ കൊണ്ട് സംസാരിക്കുക. വായ പറയുന്നതിന്റെ ഹൃദയത്തിലുള്ളതായിരിക്കുക. വ്യാജ മാർഗങ്ങൾ വെറുക്കുക. ദൈവവചനത്തിൽ വളച്ചൊടിച്ചിരിക്കുന്ന വെറുക്കുക. വ്യാജ ഉപദേഷ്ടന്മാർ പറയുന്നത് വെറുക്കുക. വ്യാജ ആരാധനകൾ വെറുക്കുക. വ്യാജ മാർഗങ്ങൾ വെറുക്കുക. സ്ട്രേറ്റ്. അവിടെ വില കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വില കൊടുത്തിട്ടല്ലേ ഇറങ്ങി തിരിച്ചത്. ഇറങ്ങിയപ്പോ പിന്നെ എല്ലാം തികഞ്ഞാണ് കരുതുന്നത്. അല്ല, പിന്നെ നമുക്ക് ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി തീരേണ്ട ആവശ്യകതയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ ക്രിസ്തുവിന് മുന്നോടിയായി വന്നെങ്കിൽ പുതിയ നിയമത്തെ ഇപ്പോൾ നമ്മെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കത്തക്കവണ്ണം നമുക്ക് മുന്നോടിയായിട്ട് വരുന്നത് പരിശുദ്ധ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അവൻ വന്ന് ഏത് സമയത്ത് നമ്മൾ വെളിപ്പെടുത്തുന്നത് പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായമയെ കുറിച്ചാണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ സ്വയത്തെ വെളിപ്പെടുന്നത്. ആ വെളിപ്പെട്ട് കിട്ടുമ്പോ മനസ്സിലാകുമ്പോ വേറെ ആരെയും കുറ്റം ചാരണ്ട, സാഹചര്യത്തെ കുറ്റം ചാരണ്ട. എല്ലാ സാഹചര്യം പരിശുദ്ധാത്മാവാ ഫർണസ് ഒരുക്കുന്നത്. യെസ്, എനിക്ക് മനസ്സിലായി എന്റെ സ്വഭാവം എന്താണ്, എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഏത് സ്റ്റേജിലാണ്. അതിന് ഉപേക്ഷിക്കാൻ തയ്യാറായി ഉടനെ അവിടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. അപ്പോൾ അറിയാൻ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി എന്താണെന്ന്. അപ്പോൾ അറിയാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന് ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന്. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ തന്നെ വിശ്വസിക്കുന്നവരിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവൻ ആരാണെന്ന് മനസ്സിലാകും. അതുവരെയും മനസ്സിലാകുകയില്ല. ഇതാണ് ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന രീതി. ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിനെ നമ്മുടെ സോളിൽ സ്വീകരിക്കുന്നതാണ് ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന രീതി. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞറിയില്ല. ഇതെല്ലാം ക്രിസ്തീയ മാർഗത്തിൽ തുടച്ചു മാറ്റി അനുഗ്രഹത്തിന്റെ ദൂതുകളും വിടുതലിന്റെ ശുശ്രൂഷകളും മറ്റു കാര്യങ്ങളും വന്നിട്ട് നിന്റെ അടുത്തേക്ക് പോലും വരാനായിട്ട് ദൈവജനത്തെ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും പഠിപ്പിച്ചതിന് അവനെ കുറ്റം വിധിക്കുകയാണ്. ആരെങ്കിലും പ്രസംഗിച്ച അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ പുസ്തകത്തിൽ കണ്ടുപിടിച്ച പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ച് ജീവൻ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്, പറയുന്നത്. വിശ്വസിക്കാൻ ക്രിസ്തുവിനെ പ്രാപിക്കാൻ മനസ്സിലെങ്കിൽ go away.
ലക്ഷം പേരാ മോശയോട് കൂടെ ചേർന്നത്. അവര് ചെങ്കടലിലും മേഘത്തിന് സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. They obliged to obey Moses and the blood-sealed covenant. ആ സ്നാനത്തിൽ കൂടെ അവർ പറയുന്നത് എന്താ? They themselves submitted to Moses. മോശ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ആ blood-sealed covenant എഴുതി കൊടുത്ത കവനന്റിന് ലിറ്ററൽ ആയിട്ട് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവർക്ക് പ്രോമിസ് ചെയ്യുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയിലുള്ള കാനാൻ ദേശം മാത്രമാണ്. നമുക്കുള്ള പ്രോമിസോ നിത്യ യുഗങ്ങളില് പുതിയ യെരൂശലേമില് ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിനോട് പിതാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വിശുദ്ധന്മാരുടെ കൂട്ടത്തോടുകൂടെ നിത്യമായ സന്തോഷമായ ജീവിതമാണ്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ബാപ്റ്റിസത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? We submit ourselves to Christ resurrected. ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിന് നമ്മെ തന്നെ നാം സബ്മിറ്റ് ചെയ്യണം. Then we obliged to obey the blood-sealed covenant of Christ. That is the gospel of Christ crucified. പല പൊട്ടത്തരങ്ങൾ പ്രസംഗിക്കുന്ന അനേകരുണ്ടാകാം, പല വാക്തത്വങ്ങൾ പറഞ്ഞ അനേകരുണ്ടാകാം. ക്രിസ്തുവിന്റെ മാർഗമല്ലാതെ ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ മിസ്രൈം ദേശത്ത് വെച്ച് തന്നെ പെസഹ ആചരിക്കണം. ഈ പാപത്തിന് അടിമത്തിൽ കിടക്കുമ്പോൾ തന്നെയാണ് ചോരത്തിലെ ആചരിക്കുന്നത്. അതാണ് നമ്മൾ രണ്ട് പാടി നിർത്തും. അതാണ് സ്വർഗസിംഹാസനത്തിന് ദൂതന്മാരുടെ സേവ വാങ്ങിക്കൊണ്ടിരുന്ന, ശുശ്രൂഷ വാങ്ങിക്കൊണ്ടിരുന്ന, ആരാധന വാങ്ങിക്കൊണ്ടിരുന്നവർ തന്നെ താനെ ത്യജിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് ആർക്ക് വേണ്ടിയാ? പാവി ശത്രുക്കളുമായി നിന്നെ രക്ഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ കൈക്കൊണ്ട് ആ ബ്ലഡ് നമ്മുടെ സോളയാണ് സീൽ ചെയ്യുന്നത്. നമ്മുടെ സോളയത്തോടെ ഒരു സംഘാരം സാധ്യമല്ല. എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, മരണത്തിൽ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നത്? ക്രിസ്തുവിനെ ഭക്ഷിക്കണം. മരണം മരണം എന്തിന്റെ ജയം എവിടെന്ന് പറയണമെങ്കിൽ നമ്മുടെ സോളിനെ സീൽ ചെയ്തിരിക്കുന്നത് ഉയർത്തത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പാപമില്ലാത്ത രക്തമാണ്. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തിയ സൈത്താനും ലൂസിഫർ സംഘം കിടന്ന് വിളക്കി കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ മേലുള്ള രക്തം ആരെടുതാ തൊടാൻ പോലും സാധ്യമല്ല. ഹല്ലേലൂയ. എന്നിട്ട് ക്രൂശിനെ ക്രിസ്തുവിനെ ഭക്ഷിക്കേണ്ട അവസരം ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുമ്പോൾ തുപ്പിക്കളയ. ഞാൻ എന്റെ കഴിവുകൊണ്ട് ജീവിക്കും. എത്രയോ അവസരങ്ങൾക്ക് മേലെ അവസരങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുതരുന്നത്. ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാല് മരിക്കുമെന്ന ചിന്ത വരെയുള്ളൂ. ശിക്ഷ അങ്ങനെ ചിന്തിക്കും തലയിൽ കൊണ്ടുവിടാങ്ങനെ മരിക്കാൻ യെസ്, ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ കർത്താവിനോട് കൂടെയോ? ഞാൻ മരിക്കാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി മരിച്ചവനാ. ഞാൻ പുനരുത്ഥാന ശക്തിയോട് കൂടി ജീവിക്കുന്നത്. എന്റെ കർത്താവ് നിശ്ചയിച്ചിട്ട് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ മാർഗത്തിൽ അനേക പരിശോധനകളുണ്ട്. സ്ലിപ്പാകാം, എത്ര ഉറച്ചു നിൽക്കുന്നവന് സ്ലിപ്പാകാം. പക്ഷേ ഒരു വാതിലുണ്ട്, ഒരേ ഒരു വാതില്, ക്രിസ്തു എന്ന വാതില്. ഓപ്പൺ ടു എവരിബഡി. ഒരേ കണ്ടീഷനുള്ള റിപ്പന്റൻസ്. ആ വാതിലിലേക്ക് അടുക്കണമെങ്കിലുള്ള ഒരേ കണ്ടീഷനാണ് റിപ്പന്റൻസ്. റിലൈ ഓൺ ക്രൈസ്റ്റ്. ഹി ഈസ് സഫിഷ്യന്റ്. അവന്റെ ശക്തിയിലും അവന്റെ അധികാരത്തിലും അവന്റെ വിസ്ഡത്തിലുമുള്ള അവന്റെ ഗുഡ്നെസ്സിലുള്ള ആ ലവ്. ഹല്ലേലൂയ. അസ്വർഗീയ സിംഹാസനം വിടുന്ന മനുഷ്യൻ ചിറ്റാർഗായ മനുഷ്യന്റെ തുപ്പലേൽക്കാൻ, ചിറ്റാർഗായ മനുഷ്യന്റെ അടിയേൽക്കാൻ, ചിറ്റാർഗായ മനുഷ്യന്റെ നിന്ദയേൽക്കാൻ ഒരു പാർപ്പിടമില്ലായിരുന്നു. ഹല്ലേലൂയ. ഒടുക്ക താഴ്ചയില് യെരൂശലേമിൽ പ്രസംഗിക്കുമ്പോൾ പകല് മുഴുവൻ പഠിപ്പിക്കും, പ്രസംഗിക്കും ഒക്കെ ചെയ്യുമ്പോൾ രാത്രി മറ്റുള്ളവരൊക്കെ ആൾക്കാരൊക്കെ അവരവരുടെ വീടുകളിൽ പോയി കടന്നു കൊടുക്കും. യേശുവിന് തലച്ചാക്കാൻ ഇടമില്ല. ഗലീലിൽ നിന്നാണ് യെരൂശലേമിൽ വന്നിരിക്കുന്നത്. ദൂരമുണ്ട്, തിരിച്ച് ഗലീലിൽ പോകാൻ പറ്റില്ല. പിന്നെ മലയിൽ പ്രാർത്ഥനയിൽ കൂടെ ചെലവഴിക്കുകയാണ് നേരം വെളുക്കുവോളം. പിന്നെ നേരം വെളുക്കുമ്പോൾ ക്രൂശിക്കപ്പെടാൻ സമയമായെന്ന് കണ്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
വിശ്രമത്തിന് വേണ്ടി എല്ലാത്തിനു വേണ്ടിയിട്ടും ചെറിയൊരു ഉപദ്രവം വന്നു കഴിഞ്ഞാല് കരച്ചില, മോങ്ങല. ഹല്ലേലൂയ. ഇതാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ മാർഗം. അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ ആചരിക്കാൻ തയ്യാറല്ലെങ്കിൽ, അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ, പുനരുദ്ധാന ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നോക്കിയ വേണ്ട, അവനെ ഭക്ഷിക്കുന്ന രീതിക്ക് വേണ്ടി ആഗ്രഹിക്കുക വേണ്ട. പുനരുദ്ധാന ശക്തി ലഭിക്കണമോ, കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അടിക്കടി ഗസ്തമനി ഉണ്ടാകാം, എല്ലാവരും നിന്ദിക്കാം, എല്ലാവരും ഉപേക്ഷിക്കാം. കൂടെ നടന്നവര്, അനുഗ്രഹങ്ങൾ പ്രാപിച്ചവര്, നന്മ അനുഭവിച്ചവര് ദുഷിക്കാം. എവിടെ? നീ എല്ലാവരെയും സൗഖ്യമാക്കി, എല്ലാവരെയും രക്ഷിച്ചു, നീ ക്രൂശിൽ ഇറങ്ങി വാ പറയും. നമ്മുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും. നീ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു, മറ്റുള്ളവരെ സഫലമാക്കി, മറ്റുള്ളവരുടെ സൂചന പറഞ്ഞു, മറ്റുള്ളവരെ രക്ഷിച്ചു. ഇപ്പൊ നിന്റെ ക്രൂശിൽ ഇറങ്ങി വാ, നീ കാരണം ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം, നിന്നെ അംഗീകരിക്കാം. അവിടെ ജാണ്യൊന്നും കാണിച്ചില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആടിയല്ല മരിച്ചൂരി താഴെ ഇറങ്ങി വന്ന് നിന്നെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ആടി വലിക്കുന്നില്ല, ഞാനിത് അനുഭവിച്ചോളാം, ഞാനിത് സഹിച്ചോളാം, എനിക്കറിയാം എന്താണെന്ന്. ഞാൻ എന്തിനാ ഇതിനു വേണ്ടി ഞാൻ ഈ മാർഗത്തിൽ വന്നത്, ഇതിനു വേണ്ടിയാണ് ഞാൻ സ്വർഗീയ വാസം വെടിഞ്ഞു വന്നത്. ഇത്തരം വെല്ലുവിളികളെ നമ്മുടെ ജഡത്തെ ഇളക്കാൻ. ക്രിസ്തുവിന് ജഡമില്ല. ദൈവത്തിൽ ആശ്രയിക്കുമോ, തന്നിൽ ആശ്രയിക്കുമോ എന്നുള്ള ഇത്തരം അനേക ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ലോർഡ്, യു ആർ സഫിഷ്യന്റ് ഫോർ മീ. നീ ഉയർത്തേണ്ട സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരമുള്ളവരെ ജീവിക്കുന്നവനാ. ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഏത് സംഖ്യ, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന മാർഗത്തിൽ നീ കടന്നുപോയതാണ്. ഐ നീഡ് യു നൗ, നൗ, നോട്ട് ലേറ്റർ, നൗ. ഇതാ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന രീതി. മരുഭൂമിയിൽ മന്നത്തിനവരൊക്കെ മരിച്ചുപോയത്. എന്നാൽ ഇതിന്റെ അവസാന വാക്യത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് വേഴ്സ് 63, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അത് പറഞ്ഞിട്ട് ആത്മാവും കുറെ വചനം പഠിച്ചാൽ മതി. ഇത് അനന്തര തന്ത്രമാണ്. വചനം പഠിച്ച് തലയ്ക്കകത്ത് ബുദ്ധി കയറി ചീർക്കുമെന്നേ ഉള്ളൂ. താഴ്മയുണ്ടാകില്ല, ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകില്ല. എനിക്കെല്ലാം അറിയാം. ആത്മാവില് ഒന്ന് അടിച്ച് തകർത്ത് ആരാശമായിട്ട് പാട്ടും പാടിയാൽ മതി. എനിക്കെല്ലാം അറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ടു. ക്രിസ്തു എന്ന തലയോളം സ്ഥലത്തിൽ വളരുക, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരിക, പുത്രനോട് അനുരൂപരായി തീരുക. ഈ വാക്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കണം. എന്നിട്ട് പറയാ വചനം ക്രിസ്തു തന്നെയാണ്. ഇതെല്ലാം കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അനുഭവിപ്പാൻ തയ്യാറില്ലാത്തവരുടെ സ്വരങ്ങളാണ് അതൊക്കെ. കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ ഇല്ലെങ്കിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി ആഗ്രഹിക്കേണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ആഗ്രഹിക്കേണ്ട. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയിട്ടുള്ള ഫർണസ് ഒക്കെ നമ്മുടെ ചുറ്റും, നമ്മുടെ വീടിനകത്ത്, ജോലി സ്ഥലത്ത്, എല്ലായിടത്തും ദൈവത്തിന്റെ ആത്മാവത്തിന് ഒരുക്കി വെച്ചിട്ടുണ്ട്. എപ്പോ നിന്നെ ചൂളയ്ക്കകത്ത് ഇടണമോ ദൈവത്തിന് അറിയാം. ചൂളയ്ക്കകത്ത് എടുത്തിടാൻ നിന്നെ കരങ്ങളിൽ വെച്ചിട്ടാണ് ചൂളയ്ക്കകത്ത് ഇടുന്നത്. നിന്നെ തല്ലി നശിപ്പിച്ച് കളയാനല്ല, കത്തിക്കാനല്ല, നിന്നുള്ള കിട്ടത്തെ നിനക്ക് മനസ്സിലാക്കി തരാൻ. നീ വേണം ഉപേക്ഷിക്കാൻ. കർത്താവെ നിന്നെ മാറ്റിത്തരണമേ, മാറ്റിത്തരണം പറഞ്ഞ് നീ മാറ്റി കളയണം. നീ എന്നെ സ്വീകരിച്ചതാ. ഏത് തോട്ടത്തിൽ വെച്ച് നീയും നിന്റെ മുത്തശ്ശിയെ നമ്പച്ചും കൂടെ സ്വീകരിച്ചതാ. ദൈവം തന്നതല്ല. തന്നെ താനെ തെച്ചിക്കണം. എന്റെ സെൽഫ് ഡിസയേഴ്സ്, ഞാൻ എന്റെ ഭാവത്തിൽ ഞാൻ തന്നെ തെച്ചിക്കണം. അതിന് സൊല്യൂഷനായി ക്രിസ്തുവിനെ ഫ്രീ ആയിട്ട് വെളിപ്പെടുത്തി തരും. ത്യജിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സ്വീകരിക്കാം. സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, യേസ് എന്റെ സോളിൽ ഉയർത്തെന്നിട്ടും തന്നെ ഉണ്ട്. ധൈര്യം വരുമ്പോൾ, ആത്മസന്തോഷം വരുമ്പോൾ, വചനത്തിൽ കോൺഫിഡൻസ് വരുമ്പോൾ, ക്രിസ്തുവിനുള്ള കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ് എന്റെ പുനരുദ്ധാന ശക്തിയുണ്ട്. പിന്നെ മനുഷ്യ ദുഷ്ടാത്മസേന കണ്ടതിനെ കണ്ട വിറയ്ക്കും. ഇതാണ് വരുന്നത് പിതാവായ ദൈവം. സീനായ് മലയിൽ വെളിപ്പെട്ടപ്പോൾ ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കഠിനമായ ശബ്ദം കേട്ടപ്പോ മോശ പോലും വിറച്ചുപോയി. 40 രാവും പകലും ദൈവത്തോടു കൂടെ വാസം ചെയ്തവരെ മോശ. ഒരു മൃഗമെങ്കിലും ആ പർവ്വതം അവർ പൂർണ്ണമായി വന്നില്ല. അവന്റെ തേജസ് അല്പം വന്ന് വെളിപ്പെട്ടുള്ളൂ. ആ വെളിപ്പെടുന്ന ആ വിശുദ്ധിയുടെ തേജസ്സിന്റെ മുമ്പില് ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ട് അതിന് കല്ലെറിഞ്ഞു കൊല്ലണം.
ആ പരിശുദ്ധൻ തന്നെയാണ് നിന്റെ ഉള്ളിലെ പൂർണ്ണ രൂപത്തിൽ വെളിപ്പെടുന്നത്, പൂർണ്ണ രൂപത്തിൽ വസിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങളെ പ്രമാണിക്കും, ഞാൻ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവരോട് കൂടെ വാസം ചെയ്യും. പിതാവും പുത്രനും ഒരുമിച്ച് വന്ന് ഈ മൺകൂടാരത്തിൽ വാസം ചെയ്ത് നിന്റെ ഗുണം കൊണ്ടല്ല, നിനക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന പുത്രന് നീ ആശ്രയിക്കുന്നെങ്കിൽ ഒരു ലോ അതിനപ്പുറമില്ല, ഒരു ദുട്ടാത്മാവ് ശാസ്ത്രീയ ശക്തി അതിനപ്പുറമില്ല. But you have to abide in him. സ്തോത്രം. രാജാക്കന്മാർ നിന്നെ കണ്ട് പറയ്ക്കും, അധികാരികൾ നിന്റെ മുമ്പിൽ തല വണങ്ങും. നിന്റെ മുമ്പിലല്ല വണങ്ങുന്നത്, നിന്റെ വസിക്കുന്നവന്റെ മുമ്പിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് യേശു ആ ഒടുക്ക താഴ്ചയിൽ യെരൂശലേമിലേക്ക് ട്രയംഫൽ എൻട്രി വരുന്ന സമയത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുമ്പോൾ ജനമെല്ലാം പച്ചില കൊമ്പുകളും വസ്ത്രമൊക്കെ വരെ വിരിച്ചു. ആരുടെ മുമ്പിലാണ് വിരിച്ചത്? കഴുതയുടെ മുമ്പിലല്ല വിരിച്ചത്, കഴുതയുടെ പുറത്തിരിക്കുന്നതിന് മുമ്പിൽ. ഇത് എപ്പോഴും ഓർമ്മ വേണം. എന്റെ മുമ്പിലല്ല പരമകാലം വിരിക്കപ്പെടുത്തുന്നത്, എന്നിൽ വസിക്കുന്നതിന്റെ മുമ്പിലാണ്. ഇതെപ്പോഴും ഓർമ്മയുണ്ട. ഏത് ശാസ്ത്രത്തിന്റെ മുമ്പിൽ കണ്ടൊക്കെ ഇറക്കി, നീ വിറപ്പിക്കാനൊന്നും പോകണ്ട. സ്തോത്രം. അധികാരികൾ നിന്നെ കണ്ടു വിറയ്ക്കും. നിന്റെ അടുക്ക് എന്ന് പറയും, സാറേ മാഡം എന്ന് പറയും, ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടാ പറയുന്നത്. വസിക്കാനാണ് ബുദ്ധിമുട്ട്, അവനെ വസിക്കാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മഞ്ഞ ഭക്ഷിക്കുന്ന രീതി എന്താണ്? വചനം ഭക്ഷിക്കുന്നത് മാത്രമല്ല, വചനം നമുക്ക് അവൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്രിസ്തു നമുക്ക് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് വചനം. അവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കുറെ വചനം പഠിച്ച് തലേ മണ്ടക്കത്ത് കയറ്റി കഴിഞ്ഞാൽ ചീർക്കും. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. പാസ്റ്റർ പ്രസംഗിക്കും, വാക്യം എടുക്കുമ്പോളെ പ്രസംഗിച്ചു കഴിയും. ഹല്ലേലൂയ. ഞാൻ അധികം നിർമ്മിക്കുന്നില്ല. സ്തോത്രം. ഇതാണ് ക്രിസ്തുവിനെ ഭക്ഷിക്കേണ്ട രീതി. നമ്മൾ ഈ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ചതും കേട്ടതായിട്ടുള്ള മെസ്സേജുകൾ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്നെ എടുക്കാൻ വരുവാൻ സാധ്യമല്ല. ഒടുക്കത്തെ നാളെ ഞാൻ ഉയർത്തെടുപ്പിക്കും. ആ ഒടുക്കത്തെ നാളെ ഉയർത്തി നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ തികയ. കിട്ടുന്നോടത്തോളം അവസരങ്ങള് പാഴാക്കാതെ ഉപയോഗിക്കുക. അവസരങ്ങൾ മേല് ക്രൂശിക്കേണ്ട സ്ഥലത്ത് ക്രൂശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതൊന്നും പലരും നഷ്ടപ്പെടുന്നത്, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പലരും ദൂഷിക്കും, പലരും നിന്ദിക്കും. യേശുവിനുണ്ടായതിനേക്കാളും വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിനേക്കാളും ശ്രേഷ്ഠമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാൽ മാത്രമേ ഈ